عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي المنان رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك إلى آخر الآية പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل فقد قال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة شفيعنا رسول الله അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നിലുറങ്ങും പ്രവാചകരെ മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മീനാരമിലെ അഹദോന്റെ ദീനിൽ അണഞ്ഞവരാ അറിവിനായെന്നും കേഴുന്നവരാ അഹദേ നിന്നാശ്രയം തന്നിടണേ അരുതാത്തതൊന്നും വിധിച്ചിടല്ലേ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ ഉമ്മത്ത മുഹമ്മദ് അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച നാം ഇവിടെ ഒരുമിച്ച് കൂടി. അതുപോലെ നാളെ അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും നമ്മെല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ദോഷങ്ങളും അല്ലാഹു അവന്റെ അളവറ്റ അപാര കാരുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, ദീനിന്റെ വഴിയിൽ നമുക്ക് ഭക്ഷണം തന്നവർ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അവരുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അവരുടെ പോരായ്മകൾ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ഞങ്ങളെയും നിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ ഹറമിൽ ചെന്നുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം
ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകണ റഹ്മാനെ. പോയവരുടെ മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി ജീവജാലങ്ങളെ ഈ ഭൂമിയിലേക്ക് പടച്ചിട്ട് അതിൽ ഏറ്റവും ഉത്കൃഷ്ടരാണ് മനുഷ്യർ എന്നുള്ളത്. മറ്റുള്ള ഒരു ജീവജാലങ്ങൾക്കും കൊടുക്കാത്ത മഹത്തായ അനുഗ്രഹത്തിന്റെ ഉടമയാണ് മനുഷ്യൻ. മനുഷ്യനെ പോലെ തന്നെ മറ്റുള്ള ജീവജാലങ്ങൾക്കെല്ലാം അല്ലാഹു കൊടുത്തെങ്കിലും ഒരു കാര്യം മാത്രം അല്ലാഹു തആല വ്യത്യാസപ്പെടുത്തി. മറ്റു ജീവജാലങ്ങൾക്കും മനുഷ്യന്റേതുപോലെ തന്നെ മാംസവും മജ്ജയും എല്ലും ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിലും വ്യത്യസ്തങ്ങളാണെങ്കിലും മനുഷ്യൻ അല്ലാഹു തആല ഒരു പ്രത്യേകമായ ഒരു സംവിധാനം ചെയ്തു. മറ്റു ജീവികൾ ഭക്ഷിക്കുന്നു, മനുഷ്യനും കഴിക്കുന്നു. മറ്റു ജീവികൾ കുടിക്കുന്നു, മനുഷ്യനും കുടിക്കുന്നു. അവര് സന്താനോൽപാദനങ്ങൾ നടത്തുന്നു, മനുഷ്യരിലും അതുണ്ട്. പക്ഷെ എന്താണ് മനുഷ്യന്റെ മാത്രം പ്രത്യേകത? മനുഷ്യൻ എന്നത് ഉത്കൃഷ്ട ജീവിയാണ്. മറ്റുള്ള ജീവികളെ പോലെ തന്നെയാണ് മനുഷ്യൻ തിന്നുകയും കുടിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യാസപ്പെടുത്തത് ബുദ്ധി എന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ്. ബുദ്ധി ഇല്ലാത്തവരോട് മതം പോലും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ മക്കൾ 7 വയസ്സായാൽ ഇദാ ബലഗ 7 സിനീന, നിങ്ങളുടെ മക്കൾ 7 വയസ്സായാൽ അവനോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. വൈദാ ബലഗ 10 സിനീന, അവന് 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കേണ്ടത് രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. അപ്പൊ 7 വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ പറയണം. അതുവരെ 6 വയസ്സ് വരെ ആ കുട്ടിയോട് നിസ്കരിക്കാനേ പറയണ്ട. അല്ലെങ്കിൽ അവൻ അത് നിർബന്ധമില്ല, മതവിധി നിർബന്ധമില്ല. ഇസ്ലാമിന്റെ അമലുകൾ പറയുമ്പോൾ അവിടെ ഒരു വാക്ക് കൊടുക്കുന്നത് കാണാം. മുക്കല്ലഫൻ എന്നൊരു വാക്ക് അവിടെ ഉണ്ടാകും. ഏതൊരു അമല് പറയുമ്പോഴും പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള കുട്ടിയോടാണ് മതശ്വാസന. ഏതൊരു അമല്, നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഹജ്ജാണെങ്കിലും മറ്റ് ഏതേത് സൽക്കർമ്മങ്ങളാണെങ്കിലും കൊച്ചുകുട്ടികളോടല്ല, ഭ്രാന്തന്മാരോടുമല്ല, വകതിരിവില്ലാത്തവരോടല്ല. മുക്കല്ലഫൻ എന്ന് പറഞ്ഞാൽ മുക്കല്ലഫായ ആളോടാണ് മതശാസന. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ അവൻ പ്രായപൂർത്തിയായിരിക്കണം, അവന് ബുദ്ധി ഉണ്ടായിരിക്കണം, മന്ദബുദ്ധിയാവാൻ പാടില്ല, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവനാകാൻ പാടില്ല. മുക്കല്ലഫൻ എന്ന് പറഞ്ഞാൽ അതിന് 3 അർത്ഥങ്ങളാണ്: പ്രായപൂർത്തിയും ബുദ്ധിയും അതുപോലെ തന്നെ ശുദ്ധിയും ഉണ്ടാകണം. നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്തവരോട് നിസ്കരിക്കാൻ പറയുന്നില്ല. മുക്കല്ലഫായവരോട് മാത്രമേ മതശാസനയുള്ളൂ. അവിടെ നിന്നെ വേർതിരിക്കുന്ന പ്രത്യേകത മറ്റു ജീവജാലങ്ങളെ അപേക്ഷിച്ചു കൊണ്ടുള്ള നിന്റെ ബുദ്ധിയാണ്. ഈ ബുദ്ധിയാണ് നിന്നെ എല്ലാ നിലക്കും വേർപെടുത്തുന്ന ഒരു സംഗതി. മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ സമയമായാൽ അവന്റെ കയ്യിൽ ഒരു മുസല്ല മാത്രം മതി. മറ്റുള്ള മതങ്ങളിൽ നിന്നും ഇസ്ലാം വ്യത്യാസപ്പെടുന്നത് അതുകൊണ്ടാണ്. ബാങ്ക് കേൾക്കുമ്പോൾ നിന്റെ കയ്യിൽ ഒരു മുസല്ലയുണ്ടെങ്കിൽ നിനക്ക് നിന്നെ പടച്ച യജമാനനായ റബ്ബിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യാൻ നിനക്കത് ധാരാളം മതി. ഏത് വനത്തിലാണെങ്കിലും ഏതേത് കടലിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും നീ സമുദ്രത്തിന്റെ നടുവിലൂടെ ദിശയറിയാതെ പോകുന്ന കപ്പലിലാണെങ്കിലും ബാങ്കിന്റെ സമയമായാൽ നിനക്ക് നിന്റെ റബ്ബിനെ സാഷ്ടാംഗം ചെയ്യാൻ നിന്റെ കയ്യിൽ ഒരു മുസല്ല മതി. മുസല്ലയില്ലെങ്കിലും
ഭൂമി മുഴുവനും നിനക്ക് ശുദ്ധമാക്കി തന്നിരിക്കുന്നു. ശഫീഉനാ റസൂലുള്ളാഹി. ഭൂമി മുഴുവനും നിനക്ക് പള്ളിയാണ്, ഭൂമിയിലെ മണ്ണ് മുഴുവനും നിനക്ക് തഹൂറാണ്. ധരിക്കാൻ വസ്ത്രമില്ലാത്ത നാടാണ്. അവനോടുള്ള ആ നാട്ടിൽ ആർക്കും തന്നെ വസ്ത്രങ്ങളില്ല എങ്കിൽ അവനോട് പറയുന്നത്, നീ മണ്ണ് കലക്കിയിട്ട് നിന്റെ ഔറത്ത് മറയ്ക്കണേ. ശഫീഉനാ റസൂലുള്ളാഹി. മറയ്ക്കാൻ ഒന്നുമില്ലാത്ത നാട്ടിൽ എങ്ങനെയാണ് അവന്റെ ഔറത്ത് മറയ്ക്കാനുള്ള ശാസന? മണ്ണ് കലക്കിയിട്ട് ആ മണ്ണ് നിന്റെ ശരീരത്തിലൂടെ പുരട്ടിയാൽ അത് നിനക്ക് ഔറത്താണ്. ഒന്നെടുക്കാൻ നിനക്ക് വെള്ളമില്ലേ? ഭൂമിയിലുള്ള മണ്ണ് കൊണ്ട് നീ തൈമം ചെയ്താൽ ഒന്നുകൊടുത്ത് നിസ്കരിക്കുന്നത് പോലെ നിനക്ക് അമലുകൾ ചെയ്യാം. ഇതാണ് അല്ലാഹു തആല അൽ അർളു കുല്ലുഹാ, ഭൂമി മുഴുവനും മസാജിദ്, പള്ളി മുഴുവനും അല്ലാഹു തആല ഭൂമി മുഴുവനും അല്ലാഹു പള്ളിയാക്കി. വതർബതുഹാ തഹൂർ, അവിടുത്തെ മണ്ണ് മുഴുവനും അല്ലാഹു തഹൂറാക്കിയിരിക്കുന്നു. വെള്ളമില്ലാത്ത ഒരു നാട്ടിൽ വെള്ളമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവൻ തയമ്മം ചെയ്യണമെന്നാണ്. പിന്നെയോ നമ്മുടെ ശരീരങ്ങൾക്ക് ഏതെങ്കിലും അവയവങ്ങൾ അവൻ നനയ്ക്കാൻ പറ്റാത്ത അവസരത്തിലും അവൻ തയമ്മം ചെയ്യണമെന്നാണ്. അല്ലാഹു തആല ഭൂമിയെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങൾ പോലെയല്ല. ഭൂമി മറ്റുള്ള ഗോളങ്ങൾ പോലെയല്ല. ഭൂമി കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയേക്കാൾ ഒരുപാട് 100 ഇരട്ടി വ്യാസവും വിശാലതയുമുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ ലോകത്തുണ്ട്. ഈ ഗോളങ്ങളെല്ലാം ഭൂമി പോലെയല്ല. ഭൂമിയിൽ ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് ഇട്ടാൽ അത് താഴേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഐസക് ന്യൂട്ടന്റെ സിദ്ധാന്തമാണ് ഗുരുത്വാകർഷണ ബലം എന്നത് കണ്ടുപിടിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണത്രേ. അദ്ദേഹം ഒരു മരത്തിന്റെ ചുവട്ടിൽ പോയിരുന്നപ്പോൾ തന്റെ തലയിലേക്ക് വീണ ആപ്പിളിനെ കുറിച്ച് ചിന്തിച്ചു. കുട്ടികൾ പറഞ്ഞു, ആപ്പിൾ ചാടിയതിന് പകരം ഒരു ചക്കയാർന്നെങ്കിൽ ഞങ്ങൾക്കിത് പഠിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ സർ ഐസക് ന്യൂട്ടനാണ് ഭൂമിക്ക് എന്താണ് ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. എന്ത് സാധനം മുകളിലേക്ക് വലിച്ചെറിഞ്ഞാലും, എത്ര പന്താണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും മുകളിലേക്ക് നല്ല ശക്തിയായി അടിച്ചു വിട്ടാലും അത് തിരികെ ഭൂമിയിലേക്ക് തന്നെ വരുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. മറ്റുള്ള ഗോളങ്ങളിൽ അങ്ങനെയല്ല. ചന്ദ്രനിൽ ചെന്നു ഒരു പന്ത് മുകളിലേക്ക് എറിഞ്ഞാൽ പിന്നെ ആ പന്ത് താഴേക്ക് വരികയില്ല. ആ പന്തങ്ങനെ അന്തരീക്ഷത്തിലൂടെ പറന്ന് നടക്കുന്നതാണ്. ഓരോ ഗോളങ്ങളും ഓരോ സ്വഭാവമാണ്. ഭൂമിയുടെ സ്വഭാവം എന്നത്, ഈ ഭൂമി എന്നത് അല്ലാഹു തആല വരദാനമായി മനുഷ്യരാശിക്ക് തന്ന ഒരു വരദാനമാണ്. ഇവിടെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമി അവകാശപ്പെട്ടതാണ്. മനുഷ്യേതര ജീവജാലങ്ങളുടേത് കൂടിയാണ് ഈ ഭൂമി എന്നുള്ളത്. ഈ ഭൂമിയിൽ എന്നത് ഖുർആൻ പറയുന്നു, വലാ തതഗൗ ഫീഹി, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുതേ. ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. കോടാനുകോടി വർഷങ്ങളായി അതിങ്ങനെ വ്യത്യാസമില്ലാതെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗോളമാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് ഭൂമിയിൽ വലാ തതഗൗ ഫീഹി, ഭൂമിയുടെ അടിത്തറ ഇളകുന്ന കുഴപ്പങ്ങൾ നിങ്ങൾ ഭൂമിയിൽ ഉണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയാൽ അതിന്റെ ആവാസ വ്യവസ്ഥകൾക്ക് വ്യതിയാനം സംഭവിച്ചാൽ ആ ഭൂമി അതാ തലകീഴാക്കി മറിച്ചു കളയുമെന്നാണ്. ഭൂമിയിലുള്ള ആളുകൾ, മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവജാലങ്ങളാവട്ടെ, ഒരാളെയും നമ്മൾ അകാരണമായി ആക്രമിക്കാൻ പാടില്ല. ഒരു മതത്തെയും നമ്മൾ കളിയാക്കാൻ പാടില്ല. ഒരു ദൈവങ്ങളെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ശിരോവസ്ത്രം അണിഞ്ഞു വരുന്ന പൊന്നുമോൾ ആ സ്കൂളിലേക്ക് വന്നപ്പോൾ അതേ ശിരോവസ്ത്രപ്പെട്ട കന്യാസ്ത്രീ പറഞ്ഞു, കടക്ക് പുറത്ത്.
150ഓളം കുട്ടികൾ ആ സ്കൂളിലുണ്ടായിരുന്നു. 149 കുട്ടികളും ഞങ്ങൾ തലമറിക്കാതെ ഈ സ്ഥാപനത്തിൽ വരാമെന്ന് എഗ്രിമെന്റ് ചെയ്തവരാണ്. ഈ ഒരൊറ്റ കുട്ടി മാത്രമാണ് ഹിജാബ് ധരിച്ചുകൊണ്ട് പള്ളുരുത്തിയിലെ സ്കൂളിൽ വന്നിട്ടുള്ളൂ. അവര് പറയുന്നത് അവർ ധരിച്ചിരിക്കുന്ന ശിരോവസ്ത്രമല്ല, ഇസ്ലാമിന്റെ ശിരോവസ്ത്രങ്ങളോട് അവർക്ക് വെറുപ്പാണ്, ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയോട് വെറുപ്പാണ്. എന്റെ അടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് കയറണമെങ്കിൽ എന്റെ തലയെ കെട്ടൂരണമെന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലേക്ക് കയറാൻ ഞാൻ തയ്യാറാവില്ല. കാരണം ഇതെന്റെ ഐഡന്റിറ്റിയാണ്, ഇതെന്റെ ശിആറാണ്, ഇതെന്റെ ഇസ്സത്താണ്, ഇതെന്റെ അഭിമാനമാണ്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഞാൻ പഠിച്ച ഇൽമിന്റെ ഒരു അടയാളമാണ് ഈ തലയെ കെട്ടുന്നത്. ഇത് അടിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഇതിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ആ പ്രവേശനം എനിക്ക് വേണ്ട എന്നേ ഞാൻ പറയുകയുള്ളൂ. ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ഡാൻസും പാട്ടും ബെയ്ത്തും എല്ലാം, അത് കല്യാണമല്ലേ, അത് പിള്ളേരല്ലേ, ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. മറ്റൊരാളുടെ വീട്ടിലെ കല്യാണം വരുമ്പോ അത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത് ഹറാമല്ലേ, അത് ധിക്കാരമല്ലേ? ഇതും പാടില്ല. ദീനിന്റെ വിധികളോട് എന്നും നമുക്ക് ഒരേ നിയമമാണ്. നിന്റെ ഈമാനിന്റെ കോട്ടം, ഈമാനിന്റെ അളവിലുള്ള കോട്ടമാണ് ഈ സംഭവിക്കുന്നതെങ്കിൽ 149ഓളം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ആ കുട്ടിയെ ചേർത്തപ്പോൾ തട്ടമിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സമ്മതമില്ല എന്ന് എഴുതി ഒപ്പുവെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ദീനിന്റെ ശിയാറുകളെ മുറുകെ പിടിക്കുന്ന മുസ്ലിമേ, നീ പരാജയപ്പെടൂല. ശഫീഉനാ റസൂലുള്ളാഹി. ഇസ്സത്ത് എന്നത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ അഭിമാനത്തിന് നമ്മുടെ അഭിമാനത്തിന് അത് സമ്മതിക്കില്ല. വെള്ള വസ്ത്രം എന്നത് മുസൽമാന്റെ ഐഡന്റിറ്റിയാണ്. ഈ താടി എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ്. അതുപോലെ തന്നെ തൊപ്പിയും വെള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുക എന്നത് ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ ഏതൊരു തിരക്കിലാണെങ്കിലും എന്റെ പൊന്നുമോനെ, നീ പള്ളിയിൽ ചെന്ന് ജമാഅത്തായി നിസ്കരിക്കണേ, അത് നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാനുള്ള മനസ്സ് കാണിക്കണേ. ഞാൻ ഇന്നൊരു വഖത്ത് നിസ്കരിച്ചില്ല എങ്കിൽ അത് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണ്. ഇന്ന് ഞാൻ ളുഹർ നിസ്കരിച്ചില്ല അല്ലെങ്കിൽ അസ്ർ നിസ്കരിച്ചില്ല എങ്കിൽ അത് എനിക്ക് അല്ലാഹു തന്ന ശിക്ഷയാണ്. മറവിയും ഉറക്കവുമല്ലാത്ത 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ ഫർള് നിസ്കാരം എന്റെ മുസ്ലിമേ ഞാനും നിങ്ങളും ഖളായാക്കാൻ പാടില്ല. ഒരു ഫർള് നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഖളാക്കിയാൽ 6400 വർഷം അവൻ നരകത്തിൽ കടക്കണമെന്ന്, അവൻ നരകത്തിൽ കിടക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഫർള് നിസ്കാരം മനഃപൂർവ്വം ഒരു കാരണമില്ല. വൈലുൽ മുസല്ലീൻ എന്ന ഖുർആൻ പറഞ്ഞത് ഒരു കാരണവും കൂടാതെ നിസ്കാരം പിന്തിപ്പിക്കുന്നവനെ പറ്റിയാണ്. നിങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റില്ലേ? നിങ്ങളുടെ ജോലി കാരണം നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണോ? എന്നാൽ നീ ജോലി ചെയ്യുന്ന നിന്റെ സ്ഥാപനത്തിൽ നീ നിസ്കരിക്കേ. നിന്റെ വീട്ടിൽ നീ നിന്റെ മക്കളെയും കൂട്ടി ജമാഅത്തായി നിസ്കരിക്കേ. അതും പറ്റില്ലെങ്കിൽ നിന്റെ ഏതൊരു മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥലത്ത് നീ നിസ്കരിക്കണേ പൊന്നുമോനെ. നിസ്കാരം എന്നത് നിനക്ക് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലാഹു തആല അവന് കൊടുക്കുന്ന ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങളാണ് ഈ ദുനിയാവിൽ നിസ്കരിച്ച് കാലിന് നീര് വന്ന പ്രവാചകൻ. എല്ലാ പാപങ്ങളും മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുത്ത പ്രവാചകനാണ്. എന്നിരുന്നിട്ട് പോലും നിസ്കരിച്ച് അവിടുത്തെ കാലിന് നീര് വരുമ്പോൾ ആ നീരിൽ ഇങ്ങനെ ആയിഷ ബീവി കുത്തി നോക്കൂ.
നീരിലും ഇങ്ങനെ കാലിന്റെ നീര് വരുമ്പോ കണ്ണങ്കാലിന്റെ അവിടെ ചൂണ്ടുവരലിൽ ഇങ്ങനെ കുത്തി നോക്കും ആയിഷ ബീവി. അപ്പൊ നബിയുടെ കാലിൽ ഇങ്ങനെ ചുളുങ്ങി പോകണ പാട് വരും. നബി തങ്ങളോട് ചോദിക്കും, എന്തിനാ നബിയെ അങ്ങ് മുൻ പിൻ പാപങ്ങൾ പൊറുത്ത പ്രവാചകനല്ലേ? നബി തങ്ങൾ പറയുന്നു, അഫലാ അകൂന അബദൻ ശകൂറാ, അഫലാ അകൂന അബദൻ ശകൂറാ, നന്ദിയുള്ള അടിമയാവണം. എന്റെയും നിങ്ങളുടെയും ഈ ശരീരങ്ങളിലേക്കൊന്നു നോക്കൂ. എത്രയോ എത്ര രോഗികളുടെ സ്വപ്നമാണ് ഒരു ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ പോകുക എന്നത്. എത്രയോ എത്ര ജോലിയില്ലാത്തവന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് തളർന്നുപോയി നടുവനക്കാൻ വയ്യാതെ വീട്ടിൽ മലങ്കടപ്പ് കിടക്കുന്ന എത്രയോ എത്ര രോഗികളുടെ സ്വപ്നമാണ് ഒരു ജുമാ നിസ്കരിക്കാൻ അവന്റെ മഹല്ലിൽ പോകണമെന്നുള്ളത്. ഈ മഹല്ലിൽ തന്നെ എത്രയോ ആളുകൾ ജുമാ പോയിട്ടൊരു വഖത്ത് പോലും ഈ പള്ളിയിലേക്ക് വരാൻ പറ്റാതെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരില്ലേ? അല്ലാഹു തആല തന്ന ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ലൈൻ ശക്കർതും ലസീദന്നകും, ലൈൻ ശക്കർതും ലസീദന്നകും. നിങ്ങൾക്ക് അല്ലാഹു തന്നതിൽ നിങ്ങൾ നന്ദി കാണിക്കുന്ന മുസ്ലിമേ, നിന്റെ അനുഗ്രഹങ്ങൾ പിന്നെയും പിന്നെയും അല്ലാഹു വർദ്ധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വൈൻ കഫർതും, നീ നന്ദികേട് കാണിച്ചാൽ ഫൈനാദാമി, എന്റെ അദാബുണ്ടല്ലോ, നീ നന്ദികേട് കാണിക്കരുത്. നിസ്കരിക്കാതിരിക്കൽ നന്ദികേടാണ്, അല്ലാഹനെ ഓർക്കാതിരിക്കൽ നന്ദികേടാണ്. വൈൻ കഫർതും ലൈൻ എന്താണ്? എന്റെ അനുഗ്രഹത്തെ നീ നിഷേധിച്ചാൽ ഫൈനാദാമി ലശദീദ്, എന്റെ അദാബ് കഠിനമാണ്. അതുകൊണ്ട് മുസ്ലിമായ നമുക്ക് അല്ലാഹു തആല ബുദ്ധി തന്നത്, മനുഷ്യരായ നമുക്ക് അല്ലാഹു ബുദ്ധി തന്നത് മറ്റുള്ള ജീവികളെ പോലെ പെരുമാറാനല്ല, മറ്റുള്ള ജീവജാലങ്ങൾ കാണിക്കുന്നത് പോലെ ജീവിതത്തിൽ ശൈലികൾ മാറ്റാനല്ല. മുസൽമാൻ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അവൻ 5-6-11 കാര്യങ്ങൾ അവന്റെ മനസ്സിലും അവന്റെ മെമ്മറിയിലും അവൻ ഊട്ടി ഉറപ്പിച്ചവനാണ്. മുസ്ലിമാകണമെങ്കിൽ ആദ്യം തന്നെ 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് പറയുന്നവനാവണം. എന്നിട്ടോ 5 നേരത്തെ നിസ്കാരം നിലനിർത്തണം. പിന്നെയോ റമദാനിൽ നോമ്പ് നോക്കണം. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം. ധനമുള്ളവർ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കെ നമ്മൾ പഠിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ഈമാൻ എടുത്ത് മാറ്റല്ലേ, ഒരിക്കലും മാറ്റരുത്. ഒരിക്കലും എന്റെയും നിങ്ങളുടെയും ഈമാനിന്റെ അളവിന് വ്യത്യാസം വരല്ലേ. അങ്ങനെ വ്യത്യാസം വന്നാൽ ഇസ്ലാമിന്റെ ശിആറുകളോട് അരോചകമായി തോന്നും. കല്യാണം വന്നു കഴിയുമ്പോ, ആഘോഷങ്ങൾ വന്നു കഴിയുമ്പോ ഹറാമായത് മുഴുവനും ഹലാലാക്കരുതേ. ഏതാഘോഷങ്ങൾ വന്നാലും എന്താ? മദ്യമാണ് മദ്യം. എല്ലായിടത്തും സർവത്ര മദ്യമാണ് ഈ സർക്കാരുകൾ ഒത്താശയോടെ വിതരണം ചെയ്യുന്നത്. എന്നാൽ ഖുർആൻ എന്താ? നബി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ തിന്മകളുടെയും താക്കോൽ അതെന്താണ്? മദ്യമാണ്. കള്ളെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ തിന്മകളുടെയും താക്കോലാണ്. നിങ്ങൾക്ക് അല്ലാഹു തആല വരദാനമായി തന്ന ബുദ്ധി നിങ്ങൾ കള്ളുകൊണ്ട് നശിപ്പിക്കരുതേ എന്ന് ഖുർആൻ പല ആവർത്തി ഖുർആൻ പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ മനുഷ്യൻ അറിയില്ലായിരുന്നു ഇത് മോശമായ സാധനമായിരുന്നു എന്ന്. മഹാനായ അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ പണ്ട് ഇസ്ലാമിൽ മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് മദ്യലഹരിയിലായിരിക്കെ ഒരിക്കൽ മഗ്രിബ് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു.
തിരിച്ചപ്പോൾ ഒരു സൂറത്തോതിയപ്പോൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് ഓതുന്നതിന് പകരം എന്താണ് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നു എന്ന് പറഞ്ഞുപോയി. ഗുരുതരമായ തെറ്റായിപ്പോയി. ഇസ്ലാം ഘട്ടം ഘട്ടമായാണ് മദ്യം നിരോധിച്ചത്. മനുഷ്യന്റെ ബുദ്ധിയെ ബാധിക്കുന്ന, ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന മദ്യമെന്നത് ഘട്ടം ഘട്ടമായി ഇസ്ലാമിൽ നിഷിദ്ധമായ ഒരു സംഗതിയാണ്. ആദ്യകാലങ്ങളിൽ അത് അനുവദനീയമായിരുന്നപ്പോൾ എന്താണ്, പൗരാണിക അറബികൾ മരിച്ചാൽ അവരുടെ കബറിന്റെ മുകളിൽ ഈത്തപ്പന മരങ്ങൾ കുഴിച്ചിടുമായിരുന്നു, മുന്തിരിവള്ളികൾ കുഴിച്ചിടുമായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നത്, ഞാൻ മരിച്ച് കബറിൽ കിടന്നാലോ ഇതിന്റെ വേരിലൂടെ ഊർന്നിറങ്ങുന്ന ആ മദ്യത്തിന്റെ ലഹരിയിൽ എനിക്ക് അവിടെ കിടക്കാനാണെന്ന് പറഞ്ഞ പാശ്ചാത്യ അറബികളുണ്ടായിരുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റണേ. 7ാം ക്ലാസ്സുകാരന്റെ 9ാം ക്ലാസ്സുകാരന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും കിട്ടിയത് മദ്യക്കുപ്പിയാണ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോൾ ഇതെന്റെ അച്ഛന്റെ അരികിൽ നിന്നാണ്, അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്ന് വച്ചതാണ്, ഞാൻ എടുത്തു കൊണ്ടുപോയതാണ്. ഉപ്പ വീട്ടിൽ കൊണ്ടുവന്നതാണ്, ഞാൻ എടുത്തു കൊണ്ടുപോയതാണ്. ഇന്നെവിടെയും മദ്യമാണ്, ഏതൊരു മരണത്തിന്റെയും പിന്നിൽ മദ്യമാണ്. 3 മക്കളുള്ള ഒരമ്മ കഴിഞ്ഞ ദിവസമാണ് കിണറ്റിൽ വീണപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനുൾപ്പെടെ അവന്റെ കൂടെ കഴിഞ്ഞിരുന്ന ആ കാമുകൻ ഉൾപ്പെടെ 3 പേരും ഒരു കിണറിൽ തന്നെ കിണറിടിഞ്ഞ് മരിച്ചത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ്. അതിന്റെ കാരണം പറഞ്ഞപ്പോൾ 23കാരനായ അവന്റെ മദ്യക്കുപ്പികൾ ആ പെണ്ണ് മാറ്റിവെച്ചതാണ് അത്രേ അതിന് കാരണം. പോലെ ആക്രമിച്ചു. ആ വിഷമത്തിൽ അവൾ കിണറ്റിൽ വീണു. ഇങ്ങനെ നബി തങ്ങൾ പറയുന്നു, അൽ ഖംറു റഅസു കുല്ല ഖബായിന, ലോകത്തുള്ള എല്ലാ തിന്മകളുടെയും തലയെന്നത്, താക്കോലെന്നത് കള്ളാണ്. അതുകൊണ്ട് കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമാണ്. അത് ആൻസാവട്ടെ, അത് പാൻപരാഗാവട്ടെ, അത് വേറെ എന്തെങ്കിലും ലഹരി ഉണ്ടാക്കുന്ന എന്തുമാവട്ടെ. വകുല്ലു ഹറാമിൻ ഫിന്നാർ ശഫീഉനാ റസൂലുള്ളാഹി, എല്ലാ ഹറാമുകളും അത് നരകത്തിലാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിസ്കാരം ബന്ധിപ്പിക്കാൻ പാടില്ല. കളാക്കുന്നതിനേക്കാൾ നിസ്കാരം ബന്ധിപ്പിക്കുന്നവർക്ക് ഒരു കാരണവുമില്ലാതെ നിസ്കാരം ബന്ധിപ്പിക്കുന്നവർക്കും ശിക്ഷയുണ്ട്. ഒരു കാരണമില്ലാതെ ചെയ്യാൻ പാടില്ല, നിസ്കാരം ബന്ധിപ്പിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അറിയണമെങ്കിൽ സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫഹുല്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹി. ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലേ? നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരും നിയന്ത്രിക്കുന്നതല്ല. നമ്മൾ ആരെങ്കിലാണോ നമ്മുടെ ശരീരത്തിന്റെ, ഹൃദയത്തിന്റെ, നമ്മുടെ കിഡ്നിയുടെ, നമ്മുടെ ലിവറിന്റെ, നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് ജഗനിയന്താവായ അല്ലാഹുവാണ്. നമ്മൾ അതിനെ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ വയ്ക്കുന്ന പാൻപരാഗിലൂടെയും ഹാൻസിലൂടെയും നമ്മൾ നമ്മുടെ ശരീരത്തോട് അക്രമമാണ് ചെയ്യുന്നത്.
ഒരിക്കലും സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കാൻ പാടില്ല. നമ്മൾ കുടിക്കുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം എന്നതോ ലഹരി എന്നതോ ഹാൻസ്, കഞ്ചാവ് എന്തുമാകട്ടെ, MDMA പോലെയുള്ള നിസ്സാര ഗ്രാം സാധനം പോലും നമ്മുടെ ഈ ശരീരത്തിന്റെ പവർ ഇരട്ടിയാക്കുന്നതാണ്. മദ്യലഹരിയിൽ എന്താണ് അവൻ ചെയ്യുന്നത്? സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന എത്ര മക്കളാണ് ഭൂമിയിലുള്ളത്. ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാണ്? നബി തങ്ങൾ ഗുരുതരമായി പലിശ തിന്നുന്നവരെയാണ് ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതെങ്കിൽ, ഉമ്മ എന്ന് പറഞ്ഞാൽ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗ്ഗമെന്നത് നിന്റെ ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ്. അത്രയും നീ ബഹുമാനിക്കേണ്ട, നീ ആദരിക്കേണ്ട, നീ പരിപാലിക്കേണ്ട, നീ ഗുണം ചെയ്യേണ്ട ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നിന്റെ ഉമ്മയാണ്. നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരെത്ര തിരിച്ചാലും, അവരെത്ര പരിഹസിച്ചാലും, അവരെത്ര കളിയാക്കിയാലും, അവരെത്ര ആക്ഷേപിച്ചാലും ഈ ഭൂമിയിലേക്ക് നീ വരാൻ കാരണം നിന്റെ ഉമ്മയാണ്. ആ ഉമ്മയെ ബഹുമാനിക്കണേ. ആ ഉമ്മയുടെ ഖബറിന്റെ അരികിലൂടെ, ഉപ്പയുടെ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ അവരോട് സലാം പറയാനെങ്കിലും നിന്റെ മനസ്സൊന്ന് അനുവദിക്കണേ. അതിനുപോലും നിന്റെ മനസ്സ് അനുവദിക്കുന്നില്ലല്ലോ. കാരണം അവന്റെ സംഘടനയാണ്, കാരണം അവൻ പ്രതിദാനം ചെയ്യുന്ന, അവൻ എന്താണ് മെമ്പർഷിപ്പ് ഉള്ള അവന്റെ സംഘടനയാണ്, അവന്റെ പാർട്ടിയാണ്. മരിച്ചു കിടക്കുന്ന ഉമ്മയുടെ അടുക്കൽ വന്ന് ഒരു സലാം പറയാൻ പോലുമുള്ള മനസ്സ് കാണിക്കാത്തവന്റെ മനസ്സ് എത്ര കട്ടിയാണ്. ജന്മം നൽകിയ ഉമ്മാക്കൊരു സലാം പറയാത്തവൻ അവനെ പടച്ച അള്ളാഹുവിന് ഒരു സ്തുതി പാടുമോ? അള്ളാഹുവിനൊരു നന്ദി ചെയ്യുമോ? നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന മുഴുവൻ അമലുകളും സദഖയാണ്. നമ്മൾ ചൊല്ലുന്ന ഓരോ സുബ്ഹാനല്ലയും വകുല്ലു തസ്ബീഹത്തിൻ സദഖ, നമ്മൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് സദഖയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സദഖ, നിങ്ങൾ ചെയ്യുന്ന ദിക്ർ സദഖയാണ്. വകുല്ലു തഹ്മീദത്തിൻ സദഖ, നിസ്കാരം കഴിഞ്ഞ് നീ പറയുന്ന അൽഹംദുലില്ലാഹ് സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, നീ പറയുന്ന അല്ലാഹു അക്ബർ സദഖയാണ്. നിന്റെ വാഗൊണ്ട് നീ പറയുന്നതെന്തും കുല്ലു മൗറുദാണ് ഖൗലും ബിമഅറൂഫി ഖൈറും മിൻ സദഖ ശഫീഉനാ റസൂലുള്ളാഹി. നിന്റെ വായിൽ നിന്നും വരുന്ന എല്ലാ നല്ല വർത്തമാനങ്ങളും സദഖയേക്കാൾ കൂലിയുണ്ടെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് കഅ്ഫോദണം, സൂറത്തുൽ ഫത്ഹ് ഓതണം, വാക്യ ഓതണം, മുൽക്ക് ഓതണം. എല്ലാം അല്ലാഹുവിന് ചെയ്യുന്ന സദഖയാണ്. ഇങ്ങനെ ചെയ്യുന്ന സദഖ മുഴുവനും നീ നിനക്ക് നിന്റെ റബ്ബ് ചെയ്ത അനുഗ്രഹത്തിന് നന്ദിയാണ്. അതുകൊണ്ട് നബിതങ്ങൾ കാലിൽ നീര് വരുന്ന പൊട്ടുന്ന അവസ്ഥ വന്നിട്ട് പോലും നബിതങ്ങൾ നിസ്കാരം ഉപേക്ഷിച്ചില്ല. നന്ദിയുള്ള അടിമയാകണം. അതുകൊണ്ട് ചുറ്റുപാടുകൾ മലീമസമാണ്. എല്ലാ നിലക്കും ഹറാമിലേക്ക് വഴുതിപ്പോകാൻ എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഏത് നിലക്കും നമ്മുടെ മക്കൾ, നമ്മുടെ മറഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾ ഏതൊരു ലോകത്താണെന്ന് എനിക്കും നിങ്ങൾക്കും പറയാനോ പ്രവചിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ പോകുന്ന മക്കൾ, ആ മക്കളുടെ ചിന്ത എന്താണ്? ഉപ്പയുടെയും ഉമ്മയുടെയും കണ്ണ് മറഞ്ഞാൽ പിന്നെ അവരുടെ ചിന്തയിൽ എന്താണ് എന്ന് ഒരിക്കലും പോലും എന്താണെന്ന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുസ്ലിമേ, ഞാനും നിങ്ങളും നാളെ റബ്ബിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ചെല്ലുമ്പോൾ, എന്റെയും നിങ്ങളുടെയും റബ്ബ് നമ്മുടെ വിധികൾ തൂക്കുമ്പോൾ അവിടെ ഇസ്സത്തോടെ അഭിമാനത്തോടെ
എന്റെ മക്കളെ ഞാൻ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി, ദീൻ പഠിപ്പിച്ചു, ഭൗതികം പഠിപ്പിച്ചു എന്ന അസ്സത്തോടെ പറയാനാകണമെങ്കിൽ ഒരു ഇണയെ കിട്ടുന്നത് വരെ അവനെ ഞാൻ പരിപാലിച്ചു, ഒരു തുണയെ ഏൽപ്പിക്കുന്നത് വരെ അവളെ ഞാൻ പൊന്നുപോലെ നോക്കിയെന്ന് അള്ളാന്റെ മുന്നിൽ ഇസ്സത്തോടെ പറയാനാകണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും നെഞ്ചത്തേക്ക് കൈവച്ച് ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ ശരിയാണോ, ഞാൻ നിസ്കരിക്കുന്നുണ്ടോ, ഞാൻ മദ്യപാനിയാണോ, ഞാൻ ഹറാമുകൾ ചെയ്യുന്നവനാണോ എന്ന് എന്നോട് തന്നെ ഞാനോ നിങ്ങളും ഓരോരുത്തരും നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് കൊണ്ട് ചോദിക്കണം. അല്ലാഹുവിന്റെ കോടതിയിൽ നാളത്തെ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹു തആല നമ്മൾക്ക് എന്താണ് വിധിച്ചിരിക്കുന്നത് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് യജമാനനായ റബ്ബ് തന്ന ഈ അനുഗ്രഹങ്ങൾ നമ്മൾ എന്താണ്, എത്രയോ രോഗികൾ വീട്ടിൽ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു, പടച്ചവനെ എനിക്ക് ശരീരത്തിന് സുഖമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ജുമാക്ക് പോയേനെ. അങ്ങനെ പോലും വരാൻ പറ്റാതെ ബാങ്ക് കേട്ടുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുന്ന എത്ര ആളുകളുടെ സ്വപ്നമാണ് വെള്ളിയാഴ്ച ജുമാക്ക് ഇങ്ങനെ വന്നൊന്ന് ഇരുന്ന് കുത്തുബ കേട്ട് പ്രസംഗം കേട്ട് ഒന്ന് നിസ്കരിച്ച് കബറങ്ങൊന്ന് പോയി തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹവുമായി രോഗമായി കിടക്കുന്നത്. നമ്മളൊക്കെ രോഗിയാവാൻ ഒരൊറ്റ നിമിഷം മതി. ഈ അടുത്ത് കുറെ ആളുകൾ 18, 20, 30, 40 വയസ്സിന്റെ ഇടയിലുള്ള കുറെ ആളുകൾ പെട്ടെന്ന് തലക്കറങ്ങി വീണ് അപ്പൊ തന്നെ പൾസ് നിന്നുപോയി, അപ്പോൾ തന്നെ മരണപ്പെടുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരണപ്പെട്ട പിതാവിനും ജീവിച്ചിരിക്കുന്ന മാതാവിനും വേണ്ടി ദുആ ചെയ്യാൻ, കച്ചവടത്തിൽ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 10,000 രൂപ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 250 രൂപ, മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ. ഗൾഫിലുള്ള സഹോദരനാണ്, പ്രത്യേകമായി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൾഫിലുള്ള മറ്റൊരു സഹോദരൻ സ്ഥലം വാങ്ങുന്നതിലേക്ക് 10,000, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000, സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ ദുആ ചെയ്യാൻ 5,000, ആക്സിഡന്റ് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അർഹമുറാഹിമീനായ രാജസയ്യിദായ അൽ മലിക്കുൽ ജബ്ബാറായ റഹ്മാനെ, മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. പള്ളിയിലേക്ക് കൊടുത്ത 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉപ്പാടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ദുനിയാവിൽ അവരിൽ നിന്നും വന്നുപോയ പാപങ്ങൾ പൊറുക്കണേ അല്ലാ. അവരുടെ പോരായ്മകൾ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ന്യൂനതകൾ മറച്ചു വെക്കണേ അല്ലാ. സുഖമില്ലാത്ത ഉമ്മാക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാ. പരിപൂർണ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും ഇടപാടുകളിലെല്ലാം നീ ഖൈറും ബറക്കത്തും ചൊരിയണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഉസ്താദ്മാർക്ക് ഭക്ഷണം തരുന്നവരുണ്ട്, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. അവരുടെ ദോഷങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അവരുടെ കബറിടങ്ങൾ സ്വർഗമാക്കണേ അല്ലാ. ദുനിയാവിൽ അവരിൽ നിന്നും വന്നുപോയ എല്ലാ പോരായ്മകളെയും നീ പരിഹരിക്കണേ അല്ലാ. അവർക്ക് വേണ്ടി മക്കൾ ചെയ്ത സദഖകൾ സ്വീകരിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദ്. അല്ലാഹുവേ ആ ഉപ്പാക്ക് നീ സ്വർഗം കൊടുക്കണം അല്ലാ. അല്ലാഹുവേ പള്ളികൾക്ക് ചുറ്റുമന്തി വിശ്രമം കൊള്ളുന്നവരിൽ ഈ പറഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് നീ പൊറുക്കണേ അല്ലാ.
അല്ലാഹുവേ അവരുടെ ഖബറിലെ അദാബിനെ ഇല്ലാതാക്കണം അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ തന്നിരിക്കുന്നു. അല്ലാഹുവേ ഗൾഫിലുള്ള സഹോദരനാണ്, സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. എന്തെന്ത് മുറാദാണെങ്കിലും ഹാസിനാക്കണേ അല്ലാ. എന്തെന്ത് രോഗമാണെങ്കിലും ശിഫയാക്കണേ അല്ലാ. അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് ചൊരിയണം അല്ലാ. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചൊരിയണം അല്ലാ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണം അല്ലാ. കുടുംബത്തെയും മക്കളെയും അനുഗ്രഹിക്കണം അല്ലാ. അല്ലാഹുവേ അവരുടെ ജോലി എല്ലാ വിധത്തിലും എളുപ്പമാക്കണം അല്ലാ. ഗൾഫിലുള്ള മറ്റൊരു സഹോദരൻ 10,000 രൂപ സ്വീകരിക്കണേ അല്ലാ. നിന്റെ ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണ് എന്തെന്ത് മുറാദുകൾ മനസ്സിൽ വച്ചുകൊണ്ടാണോ സദഖകൾ ചെയ്തത്, നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. നീ പാഴാക്കല്ലേ അല്ലാ. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ദുർമരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. പെടുമരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ആകസ്മിക മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. കീറിമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ 25,000 രൂപ സ്വീകരിക്കണേ അല്ലാ. കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ മക്കളെ നീ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണം അല്ലാ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണം അല്ലാ. ദീനിനുപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. മരിച്ചാലും ഖബറിന്റെ അരികിൽ വന്ന് സലാം പറയുന്ന, മരിച്ചവർക്ക് വേണ്ടി ഹദിയകൾ ചെയ്യുന്ന, സദഖകൾ ചെയ്യുന്ന, ദാനധർമ്മങ്ങൾ ചെയ്യുന്ന മക്കളാക്കണം അല്ലാ. അല്ലാഹുവേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം അല്ലാ. മറ്റൊരു സഹോദരൻ 5,000 രൂപ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് കാക്കണം അല്ലാ. നനച്ചിരിക്കാത്ത അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, എല്ലാ വിധത്തിലുള്ള ഫിത്ന, ഫസാദ്, മുസീബത്തുകളെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണം അല്ലാ. ആക്സിഡന്റ് പറ്റി വീട്ടിൽ വിശ്രമിക്കുന്ന സഹോദരൻ ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ശിവ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇൽമിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഉസ്താദുമാർക്ക് ജീവിത വിഭവങ്ങൾ തരുന്നവരെ സ്വീകരിക്കണം അല്ലാ. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം അല്ലാ. അല്ലാഹുവേ അവർക്ക് ഭക്ഷണം തരുന്നവരെ എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. ഒരാളെയും നീ പാഴാക്കല്ലേ അല്ലാ. അതെല്ലാം ജാരിയായ സദഖയാക്കണേ അല്ലാ. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.